ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. പതിവ് പോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ തന്നെ കണ്ടോക്കാം കേട്ടോ. അടിപൊളി റെസിപ്പീസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രാവിലത്തെ തിരക്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. അത് ഉണ്ടാക്കാൻ നമുക്ക് വെറും 10 മിനിറ്റ് മതി കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് സമയം എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുരുമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഇടിക്കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. ജീരകം ചേർക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാട്ടോ. നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ എടുക്കുക. അതിലേക്ക് ഈ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അത് മാക്സിമം നേരിയതാക്കിയിട്ട് അരിയാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സ്ലൈസർ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി അരിയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചറാണ്. നമ്മുടെ ആ ഒരു കമൻറ്റ് സെക്ഷൻ ഇങ്ങോട്ട് റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് മറ്റുള്ളവരിലേക്കും കൂടി എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈപ്പും കൂടി തരാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് വീഡിയോസിന് റീച്ചൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക എന്നുള്ളത് ഈ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതുപോലെ തന്നെ കമൻറ്റ്, ഹൈപ്പൊക്കെ വഴിയാണ് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഈ ഒരു വീഡിയോസിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം സപ്പോർട്ട് കിട്ടുമ്പോഴേ നമുക്ക് വീണ്ടും ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാനും കൂടി തോന്നുള്ളൂ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാനിടുന്ന വീഡിയോസിന് ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ വ്യൂസ് വളരെ കുറവാണ്. അത് യൂട്യൂബിൻ്റെ എന്തോ അൽഗോരിതം പ്രോബ്ലം കൊണ്ടാണെന്നൊക്കെ ഞാനിപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷേ എന്നാലും കൂടി എനിക്കൊന്നും ഒരുപാട് വ്യൂവേഴ്സിലേക്കൊന്നും എത്തുന്നവർ പോലും ഇതുപോലെ ലൈക്കും ഷെയറൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസ് അങ്ങനെ റെക്കമെൻഡേഷനിലേക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ വ്യൂസൊക്കെ കുറയുന്നതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം തോന്നുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറീൻ്റെ കാര്യം നോക്കിയാലോ. അപ്പോൾ ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്തിട്ടതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസുള്ള തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് ഒക്കെ എന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടി കീറിയിടാം കേട്ടോ. ശേഷം മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവസാനം ഒരു 1/2 കപ്പ് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോഴാണ് മെയിനായിട്ടുള്ള കാര്യം മറന്നുപോയത് ഓർമ്മയായത് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനിയാണ് നമ്മളെ ട്രിക്ക്. ഇതേ കുക്കറിൻ്റെ അകത്ത് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ കോഴിമുട്ടയും വെള്ളം കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിൽ മൂടിയിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. മറ്റേത് നമ്മൾ മുട്ട പുഴുങ്ങി വെക്കണം ആദ്യം, പിന്നെ കറിയിലേക്ക് ഉണ്ടാക്കി ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മുട്ടക്കറി ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് മുട്ടക്കറിയൊക്കെ. പക്ഷേ അതും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കിലൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിതാ ഈ ഒരു നമ്മളെ നാടൻ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. സീയപ്പം അല്ലാന്നുണ്ടെങ്കിൽ നീർദോശ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഈ ഒരു ഫ്രൈ പാൻ അവിടെ പുറത്ത് കണ്ടപ്പം അതിൽ ചുട്ടു നോക്കിയതാണ്. അപ്പോൾ നന്നായ സ്ഥിതിക്ക് പിന്നെ ഞാനിപ്പോൾ ഫ്രൈ പാനിൽ തന്നെയാണ് അധികം ഈ ഒരു ദോശ ഉണ്ടാക്കൽ. നമ്മളെ സാധാരണ ആ ഒരു ഉണ്ടാക്കുന്ന ഇരുമ്പിൻ്റെ ആ ഒരു ദോശച്ചട്ടി അങ്ങനെ എടുക്കല്ലേ കേട്ടോ. ഇതാകുമ്പോൾ ക്ലീൻ ആക്കാനൊക്കെ സിമ്പിളല്ലേ. പിന്നെ ഫ്രൈ പാനിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ദോശമാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും ദോശമാവിലേക്ക് ഒഴിക്കാറുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ദോശ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ദോശ അവിടെ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മുട്ടക്കറി റെഡി ആവുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കേശിനൊന്ന് സെറ്റാക്കി എടുക്കാൻ വന്നതാണ്. ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്താൽ അവൾ തന്നെ കുളിച്ചെല്ലാം ചെയ്തു വരും. എനിക്ക് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഒന്ന് ലെവലാക്കി ഫൈനൽ ടച്ചപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുമല്ലോ കേട്ടോ.
പിന്നെ അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിന് പോകണില്ല കേട്ടോ, കാരണം എനിക്കെന്തോ രാവിലെ എണീറ്റ മുതൽ ഭയങ്കര മടി. ചെറിയ കുട്ടികളെ പോലെ കുറേ ദിവസം പോകുമ്പോൾ ഒരു മടി ഉണ്ടാവുമല്ലോ. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ലീവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ സെറ്റായപ്പോഴത്തേക്കും നമ്മൾ കുക്കർ ഇവിടെ 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുട്ട പൊളിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ അതിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് തേങ്ങാപ്പാൽ വയ്ക്കണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ നമ്മൾ സിമ്പിൾ അടിപൊളി മുട്ടക്കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ രാവിലെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ആക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ തരുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തോന്നല്. അങ്ങനെ കേശ് ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ പോയതിന് ശേഷം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ ലാബിലേക്ക് വന്ന കേട്ടോ. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റേക്കൊക്കെ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ പോക്കും വരവൊക്കെയാണല്ലോ, അപ്പോൾ ഒരു ക്ഷീണം പോലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ HB ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, HB ഒക്കെ നോർമലാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അവൾക്കത് അത്ര സീനായിട്ടൊന്നുമില്ല, ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് അവൾക്കൊരു സ്റ്റിക്കറും കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ആൾ. പിന്നെ നമ്മൾ വന്ന കാര്യം കൂടി കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാതെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഒരു കാൽ ചായയും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. റേക്ക കേശിൻ്റെ കൂടെ തന്നെ ചായ കുടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓൾ അവിടെ ഇരുന്ന് നമ്മൾ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ തുടർന്നുള്ള പരിപാടികൾ എന്നുള്ള പോലെ തന്നെ ആ ഒരു പാത്രം കഴുകലും ക്ലീനിങ്ങും അതിന് ശേഷം ലഞ്ചിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ചായൻ്റെ കൂടെ തന്നെ ചോറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൂട്ടാൻ അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട്, ഇറച്ചി മീനൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് നിന്നാണ് കേട്ടോ. അപ്പോൾ എന്നും എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ക്ലീൻ ആക്കാൻ ഉണ്ടാവും. കാരണം കഴിഞ്ഞ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം കഴുകി ഉണക്കിയിട്ട് ഞാൻ പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്യുള്ളൂ കേട്ടോ. അതൊരു ഡെയിലി ബേസിസിൽ ഏതെങ്കിലും ഒരു പാത്രം എനിക്കിതുപോലെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കാനായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഈ നനച്ചുള്ളിക്കൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ മൊത്തം പാത്രം വലിച്ച് വാരിട്ട് കഴുകുക അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ. ഇത് ഓരോ പാത്രം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നത് കഴുകിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ കാണാൻ നല്ല നീറ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഒരുമിച്ച് ചെയ്യുന്ന തലവേദന അത് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ചീരയും പരിപ്പിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടിട്ടോ. നമ്മളെ ഭരണി നമ്മൾ കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണ്. പക്ഷേ അതിൻ്റെ അകത്തുണ്ടോ പൂപ്പ്, അകത്തല്ല പുറത്ത്. അകത്ത് ഒരു പ്രശ്നമില്ല, പുറത്ത് ഇതുപോലെ ഇങ്ങനെ പൂപ്പും ഒരു വെള്ളമൊക്കെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനത് വീണ്ടും കഴുകാൻ വേണ്ടി പുറത്തിട്ടാണ്. ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതിന് റെമഡി എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭരണി കാലിയാണ്, അതിലൊന്നുമില്ല. നേരത്തെ ഞാനതിൽ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചപ്പോഴും പുറം ഭാഗം ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, പൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ചീരക്കറി നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരക്കറി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് പരിപ്പിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇവിടെ എരിവ് വല്ലാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മുളക് മാത്രമേ കീറിയിട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് ചെറിയ ജീരകമാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പൂൺ ഇട്ട കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. തിളച്ച് തൂവാതിരിക്കാനാണ് അങ്ങനെ സ്പൂൺ വെക്കുന്നത് കേട്ടോ. ചില സമയത്ത് സക്സസ് ആണ്, ചില സമയത്ത് അത് തൂവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വന്നാലും ആവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. അതിനുശേഷം പുറത്ത് മരത്തുമ്മൽ ഒരു 5-6 പച്ചമുളക്, നമ്മളെ ഈ ഒരു വെള്ളമുളകും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ആ പരിപ്പ് കറി വിസിൽ നിന്നപ്പോൾ ഉള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ സ്പൂൺ ഇടാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തൂറ്റി ഇങ്ങനെ മൊത്തം ആ ഒരു കൗണ്ടർ ടോപ്പിലും ഫ്ലോറിലൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഗ്യാസിൽ പോലും ആവാത്ത രീതിയിൽ അങ്ങനെ നിൽക്കും. പക്ഷേ ചില സമയത്ത് ഇത് പ്രായോഗികമല്ല, ചില സമയത്ത് നല്ലോണം തൂറ്റി വരാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, ചിലപ്പം ഡിഫറൻസ് ഉണ്ടാവാം. പിന്നെ ഇതാ നമ്മൾ അവിസിലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിത് കടുകിലൊന്ന് ജസ്റ്റ് വറവിട്ടെടുത്താൽ മതി കേട്ടോ. ഇതൊന്നും തിളച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് വെന്ത് വരട്ടെ. ചീരയൊക്കെ പെട്ടെന്ന് തന്നെ വേവും. ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചാൽ മതി. അതിന് കൂടെ തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയാണ്, തേങ്ങ കിട്ടാനും കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം തേങ്ങ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ അധികം ഉണ്ടാക്കൽ. ഒഴിച്ചു കൂടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ തേങ്ങ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ അത്. അടുത്തതായിട്ട് കയ്പ്പാണ് ഇന്ന് ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത്. ഞാൻ ആദ്യം കയ്പ്പ ഉപ്പേരി അല്ലെങ്കിൽ കയ്പ്പ തന്നെ കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു രീതിക്ക് വെച്ച് നോക്കിയ ടേസ്റ്റ് ആയപ്പം പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു നമ്മൾ പുളിച്ചമ്മന്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ്, ചെറുതായിട്ട് കയ്പ്പൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്പ്പ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ ഞാൻ ഒരുപാട് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. അതിൻ്റെ കൂടെ നല്ല കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് പുളി, ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ കൂടി ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങ മാക്സിമം ഒഴിവാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇടുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് ഞെരടിയതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുന്ന പോലെ കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചെടുത്താൽ മതി. ഇങ്ങനെ കയ്പ്പ ഉപ്പേരി വെക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്പ്പ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് കയ്പ്പയാണ് കഴിക്കുന്നതെന്ന് അങ്ങനെ അങ്ങോട്ട് തോന്നില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങളാക്കി വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. കറക്റ്റ് 12 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. തിരിച്ച് വന്നിട്ട് ചിക്കനൊന്ന് പൊരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഉപ്പേരി റെഡിയാക്കാനുണ്ട്. ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കരുതി പോയതാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ രാവിലെ ആ ചായ കുടിച്ചതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ക്ഷീണം ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്ത് വേറെയും ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം 3 മണിയായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡും കഴിച്ചു. അങ്ങനെ ഈ ചോറൊക്കെ പിന്നെ ഞാൻ വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി. കാരണം രാത്രി എന്തായാലും ആരും ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ നാളെ മൊത്തം എടുത്ത് ചൂടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഈ ചോറൊക്കെ വൈകുന്നേരം തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി. ചില ദിവസങ്ങൾ ഇങ്ങനെ ആവാറുണ്ട് കേട്ടോ, ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടും കഴിക്കാൻ ആളില്ലാത്ത സിറ്റുവേഷൻ. അങ്ങനെ അന്ന് പിന്നെ വൈകുന്നേരം നല്ല ഒരു വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് പുറത്തേക്കൊന്നും അങ്ങനെ കളിക്കാൻ ഇറങ്ങലില്ലല്ലോ. എനിക്കും പുറത്ത് കുറച്ച് പണികളുണ്ട്. കാരണം മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. ഇതുപോലെ വെയിലും ഒഴിവൊക്കെ കിട്ടുന്ന ടൈമിൽ നമ്മളും പുറത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ പിന്നെ മഗ്‌രിബിൻ്റെ സമയമൊക്കെ നമ്മളെ പരിപാടികളും സാധാരണ നോർമൽ മഗ്‌രിബിന് എന്തൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റേക്കക്ക് ഒന്ന് ഫുഡ് ഉണ്ടാക്കി കേട്ടോ. അവൾക്ക് ഞാൻ ചിലപ്പോൾ വൈകിട്ട് അതല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ട് ഇതുപോലെ എന്തെങ്കിലും കുറുക്കാണ് കൊടുക്കൽ. കാരണം എന്തെങ്കിലും എന്താ പറയുക വിറ്റാമിൻസോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക്, പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും ഇതുപോലെ ആക്കി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ എടുത്തിട്ടുള്ളത് മന്ന ഹെൽത്ത് മിക്സിൻ്റെ ഒരു സ്പിനച്ച് അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം കൂടി മിക്സ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കൂടാതെ ഞാൻ റാഗി പിന്നെ നമ്മൾ അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി അതൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അതല്ലാതെ ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഓട്സും നട്ട്സും കൂടി പൊടിക്കുന്നത്. അപ്പോൾ അതും ചെയ്യലുണ്ട്. ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡ് എന്തെങ്കിലും ഒരു ഐറ്റം അതും വെക്കും. എന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കലാണ്. കാരണം റെഡിമെയ്ഡ് നമ്മൾ കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതിലും കാര്യമില്ല. കാരണം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില വിറ്റമിൻസും മിനറൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റെഡിമെയ്ഡിൽ ഫോർട്ടിഫൈഡ് ആയിട്ട് വരുന്ന റെഡിമെയ്ഡ് ഫുഡിൽ ഉണ്ടാവും. അതിന് ദോഷഫലങ്ങളും ഉണ്ട്. പക്ഷേ എപ്പോഴും കൊടുക്കുന്നതിന് പകരം ഇതുപോലെ വീക്ക്ലി വൺസ് ഒക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കിട്ടാത്ത പോഷകങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടും. ഞാൻ ചെറുതാവുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒരു സെറിലാക്കിൻ്റെ പാക്കറ്റ് അതൊക്കെ ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് വെക്കലുണ്ട്. ഇതുപോലെ ഡെയിലി കൊടുക്കാനല്ല, വീക്ക്ലി വൺസ് ഒക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ട്രാവലിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാൻ. അതിന് ഉദ്ദേശം ഇതാണ്, നമ്മൾ ഫുഡിലൂടെ കൊടുക്കാൻ പറ്റാത്ത പല വിറ്റാമിൻസും കാര്യങ്ങളും ഈ ഒരു ഫോർട്ടിഫൈഡ് ആയിട്ട് വരുന്ന ഫുഡിലൂടെ അവർക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വയറ്റിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് കേട്ടോ. അതിനു വേണ്ടി കുറേ സമയം നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ അവളെ ഫുഡ് കൊടുക്കലും മേലെ എഴുകലും ഉറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8 മണി ആ ഒരു സമയമാണ് കേട്ടോ. കേശനെ പഠിക്കാൻ അവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെ ആക്കിയതാണ്. എന്നാൽ പിന്നെ എനിക്ക് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ആക്കിയിട്ട് അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് കുറേ കാലമായിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് പുറത്തുനിന്ന്, പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നത്. അകത്തും പുറത്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റം എന്താണെന്നല്ലേ, അത് വേറെ ഒന്നുമല്ല, കൂന്തൽ നിറച്ചതാണ്. മുന്നേ കൂന്തൽ കിട്ടിയ സമയത്ത് ഞാൻ അതിന്ന് 3 എണ്ണം വലുതുള്ളത് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി, അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അരിയും കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 സ്പൂൺ വലിയ ജീരകം, കുറച്ച് തേങ്ങ, അത്രയും കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ഫൈനാക്കി അരച്ചിട്ടില്ല, ചെറിയ രീതിയിൽ ഒരു തരിതരിപ്പോടു കൂടി അങ്ങനെയാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ അരച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് ലൂസായി പോയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ രാവിലെ ബക്കറ്റൊക്കെ കഴുകി വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് ടൈറ്റാക്കിയിട്ട് നിറച്ചു കൊടുക്കുക. അപ്പോൾ ഈ കൂന്തൽ നിറയ്ക്കൽ എന്ന് പറയുന്നത് കാണാനും കേൾക്കാനും സിമ്പിളാണെന്നുണ്ടെങ്കിലും കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു ഉള്ളി മസാല ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ കൂന്തലിൻ്റെ ചിറകുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചിറകുകൾ എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ഉള്ളി മസാല അല്ലാതെ ഇതുപോലെ മസാല നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ ചിറക് പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ആവിയിൽ വെന്ത് വരട്ടെ. ഒരു 15 മിനിറ്റിന് അത്രയും ടൈം എടുക്കും നമുക്കത് വെന്ത് വരാൻ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിനും പുറത്ത് തേക്കാനുള്ള ആ ഒരു മുളകിൻ്റെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് വെറുതെ ഇട്ടിട്ട് തേച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാണ്. അതിന് പകരം ഞാൻ ഇങ്ങനെ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു സവാള, അതുപോലെ തന്നെ ചെറിയ തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറിയ ജീരകം, ഒരു പിഞ്ച് മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മാത്രം മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, ഒന്ന് നന്നായിട്ട് അരഞ്ഞ് ആ ഒരു ലൂസ് പരുവായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതൊക്കെ അരച്ച് കഴിഞ്ഞ് നമ്മളിത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. കാരണം നമുക്കിത് പൊരിഞ്ഞ ആ ഒരു ഇഫക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ പാനിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു അരപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കുക്കാക്കി എടുക്കുക. ഒരു ചെറിയ രീതിയിൽ കുക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കൂന്തലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ആ ഒരു സ്റ്റീമിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇളക്കി വറ്റിച്ചൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കൂന്തൽ നിറച്ചതിൻ്റെ പരിപാടി. സാധാരണ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവരും അതുപോലെ ഇതുവരെ കൂന്തൽ നിറച്ച് വീട്ടിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ 3 റെസിപ്പീസും അടിപൊളി റെസിപ്പീസാണ്. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെറുതായിട്ട് വറ്റിച്ച് പൊരിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്? വെറുതെ വ്ളോഗ് മാത്രം മതിയോ, അല്ലെങ്കിൽ റെസിപ്പീസ് മാത്രം മതിയോ, എന്താണ് വേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് അറിയിക്കട്ടെ. അപ്പോൾ കൂടുതൽ പേരും വ്ളോഗ് പറയുന്നതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് തന്നെ ചെയ്യുന്നത്. എനിക്ക് താല്പര്യം റെസിപ്പീസ് മാത്രം ചെയ്യാനാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വ്യൂസ് വളരെ കുറവാണ്, ആർക്കും കാണാൻ താല്പര്യമില്ല എന്നാണ്. ഈ ഒരു റെസിപ്പി വീഡിയോസ് മാത്രമാകുമ്പോൾ കാണാൻ അത്ര രസമല്ല എന്നൊക്കെയാണ് ഒരുപാട് പേരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്
ചെറിയ രീതിയിൽ ഇങ്ങനെ വ്ളോഗായിട്ട് ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റും ലൈക്കും ഷെയറും അതുപോലെ ഹൈപ്പ് മറന്നു പോകരുത് കേട്ടോ. ഹൈപ്പും എന്തായാലും തരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അങ്ങനെ നമ്മൾ കൂന്തൽ നിറവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറിൽ നിന്ന് ഈ ഒരു കൂന്തൽ നിറവും അതുപോലെ രാവിലത്തെ ബാക്കിയുള്ള ദോശ, ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ചോറ് ബാക്കിയുള്ളത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്തത്.